ഹലോ, നമ്മുടെ ഫസ്റ്റ് പാർട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പോയി ഫസ്റ്റ് പാർട്ട് ഒന്ന് കാണുക. പിന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അതുപോലെ തന്നെ കമന്റുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സംശയങ്ങൾ കാര്യങ്ങളൊക്കെ കമന്റിലൂടെ ചോദിക്കുക. അപ്പോൾ ഒക്കെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു സ്കെച്ച് ഫയൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് വന്നിട്ട് റെക്ടാങ്കിൾ എടുക്കുക, 150,40 അടിക്കുക. അതിനുശേഷം അതിനെ ഒരു 2:10 ഹൈറ്റിലോട്ട് പുഷ് ചെയ്യുക. എന്നിട്ട് ഈ ലൈൻ സെലക്ട് ചെയ്യുക. മുകളിലോട്ട് ഒരു 5 സെന്റിമീറ്റർ പിന്നെ സ്കേട്ടിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കുക. 5 10 കൊടുക്കുക. നമ്മൾ തൽക്കാലം 5 സെന്റിമീറ്റർ ആണ് കൊടുക്കുന്നത്. അതിന് ബാക്കിലോട്ട് ഒരു 5 സെന്റിമീറ്റർ പുഷ് ചെയ്യുക. കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് മുകളിലോട്ട് ഒരു 60 കൊടുക്കുക. ഇപ്പൊ 2:10 കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഒരു 60 കൊടുക്കുക. ഇപ്പൊ 2:10 60 2:70 ആയിട്ടുണ്ടാവും. ഇനിയിപ്പോ നമുക്ക് ഒരു 3.6 36 mm പിന്നെ ബോർഡർ ആയിട്ട് കൊടുക്കുക. അതിനുശേഷം ഈ സെൻട്രൽ പീസിനെ ഒരു 2 സെന്റിമീറ്റർ ഉള്ളിലോട്ട് പുഷ് ചെയ്ത് വെക്കുക. ഈ ഒരു 3 പീസ് സെലക്ട് ചെയ്തിട്ട് അതിനെയും ഈ 36 mm ബാക്കിലോട്ട് 2 സെന്റിമീറ്റർ 36 mm ഓഫ് സൈഡ് എടുത്തിട്ട് 2 സെന്റിമീറ്റർ ബാക്കിലോട്ട് പുഷ് ചെയ്ത് വെക്കുക. ഇതിനെ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക. നമുക്ക് വാർഡ്രോബിന്റെ ഇന്റീരിയർ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് സെറ്റ് ചെയ്യാത്തത്. ഓക്കെ, എന്നിട്ട് ഇതിൽ ഈ സെൻട്രൽ പീസ് സെലക്ട് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത് ഈ സെൻട്രൽ പീസ് സെലക്ട് ചെയ്ത് കൺട്രോൾ C അടിച്ച് കോപ്പി ചെയ്യുക. അതിനുശേഷം കൺട്രോൾ ഷിഫ്റ്റ് വി, അതായത് എഡിറ്റ് വന്നു കഴിഞ്ഞാൽ പേസ്റ്റ് ഇൻ പ്ലേസ് ആണ് ഓപ്ഷൻ ഉണ്ട്. ഞാനത് കൺട്രോൾ ഷിഫ്റ്റ് വിയിലോട്ട് അസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതവിടെ പേസ്റ്റ് ഇൻ പ്ലേസ് അടിച്ചിട്ട് അതിനെ ഇങ്ങോട്ടേക്ക് ഒരു 300 സെന്റിമീറ്റർ മൂവ് ചെയ്ത് വെക്കുക. ഇതെന്തിനാ മൂവ് ചെയ്ത് വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്. പക്ഷെ തിരിച്ചു വെക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങനെ മാനുവലായിട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് പകരം നമ്മൾ ഒരു വാല്യൂ കൊടുത്തിട്ട് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മോഡലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് അതേമാതിരി ഇങ്ങോട്ടേക്ക് ബാക്കിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് വെക്കും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുക, ഇങ്ങോട്ടേക്ക് ഒരു 300 സെന്റിമീറ്റർ മൂവ് ചെയ്യുക. അതിനുശേഷം F അടിച്ച് ഓഫ്സെറ്റ് ടൂൾ എടുക്കുക. ഇവിടെ വന്നിട്ട് ഒരു 0.2 അല്ലെങ്കിൽ ഒരു 0.2 ഓഫ്സെറ്റ് അടിക്കുക. ഈ സെൻറ്റർ ഭാഗം ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സെൻറ്റർ ഭാഗം മാത്രം സെലക്ട് ആവും. അതിനെ ഗ്രൂപ്പ് ചെയ്യുക. പുറത്ത് വരുന്ന ഭാഗം ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ആക്കുക. അതിനുശേഷം ഈ ഒരു എഡ്ജ് സെലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വെച്ച് ബൈ 3 അടിക്കുക. അപ്പൊ അതിന് 3 പീസായിട്ട് കിട്ടും. അതിനുശേഷം ഈ 2 ലൈന് സെലക്ട് ചെയ്യുക. 2 സൈഡിലോട്ട് ഒരു 0.2 2 സൈഡിലോട്ടും മൂവ് ചെയ്ത് വെക്കുക. ഇങ്ങോട്ടേക്ക് 0.2 അടിക്കുക, ഇങ്ങോട്ടേക്ക് 0.4 അടിക്കുക. അതിനുശേഷം ഈ സെൻറ്ററിൽ വരുന്ന ഭാഗം ഡിലീറ്റ് ആയി കളയാം. 2 സൈഡ് താഴെ മുകളിലും എക്സ്ട്രാ വന്നിട്ടുള്ള ലൈന് കാര്യങ്ങൾ ഡിലീറ്റ് ആക്കിയിട്ട് ഇതിനെ ഒരു 2 സെന്റിമീറ്റർ തിക്നെസ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇതിനെ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക. അതല്ലെങ്കിൽ മേക്ക് എ കോമ്പോണന്റ് അടിക്കുക. അതിനെ ഈ ഒരു എഡ്ജ് പിടിച്ചിട്ട് ഇവിടെ കൊടുന്ന് വെക്കുക, ബൈ 2 അടിക്കുക. അപ്പൊ അതിന്റെ 3 കോപ്പി കിട്ടും. ഇപ്പൊ നമുക്ക് കമ്പോണന്റ് ആക്കിയോണ്ട് തന്നെ ഒരു ഡോർ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3ഉം എഡിറ്റ് ആയിക്കോളും. എന്നിട്ട് ഈ ബാക്കിൽ വന്നിട്ടുള്ള എക്സ്ട്രാ ലൈന് കാര്യങ്ങളൊക്കെ ഒന്ന് ഡിലീറ്റ് ആയി കൊടുക്കുക. അതിനുശേഷം ഇതിനെ ഇങ്ങോട്ടേക്ക് 300 മൂവ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ മുകളിലും ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇതിന്റെ ഒരു കോപ്പി എടുക്കുക. ഈ അടിച്ച് പിടിച്ചിട്ട് കൺട്രോൾ പ്രസ് ചെയ്ത് മൂവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കോപ്പി കിട്ടും. ഇവിടെ കൊടുന്ന് വെക്കുക. അതിനുശേഷം ഇതിനെ 3നെയും കൂടി സെലക്ട് ചെയ്തിട്ട് മേക്ക് എ യൂണീക്ക് അടിക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു ഡോർ സെലക്ട് ചെയ്തിട്ട് ഒരു ഡോറ് ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് താഴെ ലൈന് മാത്രം സെലക്ട് ചെയ്യുക. അതിനെ മുകളിലോട്ട് മൂവ് ചെയ്യുക. ഈ ഒരു ഗ്യാപ്പിന്റെ അലൈൻമെന്റ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊടുന്ന് വെക്കും. അതായത് ഈ എൻഡിൽ കൊടുന്ന് വെച്ചിട്ട് താഴത്തെ ഈ ഗ്യാപ്പില്ല, ഈ ഗ്യാപ്പിന്റെ ഈ ഒരു എൻഡ് സെലക്ട് ചെയ്ത് ഈ ഒരു എൻഡിലോട്ട് വെക്കും. ഓക്കെ, നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ വരയ്ക്കാൻ വേണ്ടി ഒരു 75 സെന്റിമീറ്റർ ഇവിടെ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 90 മാർക്ക് ചെയ്യുക. അതിനുശേഷം റെക്ടാങ്കിൾ ടൂൾ ഉപയോഗിച്ചിട്ട് ഈ പോയിന്റ് ക്ലിക്ക് ചെയ്ത് ഈ പോയിന്റിലോട്ട് ഒരു റെക്ടാങ്കിൾ വരയ്ക്കുക. അതിനൊരു 3.6 തിക്നെസ് കൊടുക്കുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക. അതിനുശേഷം അതിനെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വെക്കുക. എന്നിട്ട്
ഒരു റെക്ടാങ്കിൾ ടൂൾ എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു റെക്ടാങ്കിൾ വരയ്ക്കുക. ഒരു 3.6 അതിന് തിക്നെസ് കൊടുക്കുക. ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യാം. അതിനുശേഷം ഇതിനെ അറേഞ്ച് ചെയ്ത് വെക്കുക. അതിനുശേഷം റെക്ടാങ്കിൾ ടൂൾ എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു റെക്ടാങ്കിൾ വരയ്ക്കുക. അതിനൊരു 20 സെന്റിമീറ്റർ തിക്നെസ് കൊടുക്കുക. ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക. അതിനുശേഷം ഇതിന്റെ ബാക്കിലോട്ട് 2 സെന്റിമീറ്റർ മൂവ് ചെയ്യുക, പുഷ് ചെയ്യുക. ഈ ഫേസ് സെലക്ട് ചെയ്ത് കൺട്രോൾ സി അടിച്ച് കോപ്പി ചെയ്യുക. കൺട്രോൾ ഷിഫ്റ്റ് അതായത് പേസ്റ്റിംഗ് പ്ലേസ് അടിച്ചിട്ട് പേസ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് ഒരു 150 മൂവ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം ഇതിനെ എഫ് അടിച്ച് ഓഫ്സെറ്റ് ടൂൾ എടുക്കുക. ഒരു 0.2 അല്ലെങ്കിൽ 0.3 ഗ്യാപ്പ് കൊടുക്കുക. സെൻറ്റർ ഭാഗം ഡബിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക. എക്സ്ട്രാ വന്നിട്ടുള്ള ഭാഗത്തെ ഡിലീറ്റ് ആയി കളഞ്ഞിട്ട് ഈ ഒരു ലൈൻ സെലക്ട് ചെയ്യുക. കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഒരു 0.2, ഇപ്പുറത്തോട്ടൊരു 0.4. അപ്പോൾ കറക്റ്റ് സെൻറ്റർ ആയിട്ട് കിട്ടും. അതിനുശേഷം എക്സ്ട്രാ വന്നിട്ടുള്ള ലൈനൊക്കെ ഒന്ന് ഡിലീറ്റ് ആക്കിയിട്ട് 2 സെന്റിമീറ്റർ തിക്നെസ് കൊടുക്കുക. ട്രിപ്പിൾ ക്ലിക്ക് ചെയ്തിട്ട് മേക്ക് എ കോമ്പോണന്റ് വെക്കുക. അതിന്റെ കോപ്പി എടുക്കുക. ഇതിന് കറക്റ്റ് വെച്ചിട്ട് എക്സ്ട്രാ വന്നിട്ടുള്ള ഈ ലൈന് ഫേസ് ഡിലീറ്റ് ആയി കളയുക. ഇതിനെ ബാക്കിലോട്ട് തന്നെ ഒരു 150 മൂവ് ചെയ്തെക്കുക. മുകളിൽ വരുന്ന ഭാഗം സെപ്പറേറ്റ് ആക്കി ചെയ്യുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് തൽക്കാലം ഈ ഒരു ഫേസ് കോപ്പി ചെയ്തിട്ട് ബാക്കിലോട്ട് പുഷ് ചെയ്യാം. അങ്ങനെ പുഷ് ചെയ്ത് ഡിലീറ്റ് ആയി കളയാം. കൺട്രോൾ ഷിഫ്റ്റ് വി, അതായത് എഡിറ്റ് വന്നു കഴിഞ്ഞാൽ പേസ്റ്റിംഗ് പ്ലേസ് അടിക്കുക. ഞാനത് കൺട്രോൾ ഷിഫ്റ്റ് വിയിലോട്ട് അസൈൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനെ ഇങ്ങോട്ടേക്ക് പുഷ് ചെയ്തിട്ട് ഇതിനൊരു സെപ്പറേറ്റ് ഗ്രൂപ്പ് ആക്കി മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക. ഈ ഒരു ഭാഗം, അതായത് ഈ ഒരു കോർണർ വരുന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ട് എം അടിച്ചിട്ട് ഇതിനെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വെക്കുക. ഇതിന്റെ കറക്റ്റ് അലൈൻമെന്റ് ആക്കിയിട്ട് മൂവ് ചെയ്ത് വെക്കുക. ഓക്കെ, ഈ ഒരു ഫേസ് സെലക്ട് ചെയ്തിട്ട് അതിനെ ബാക്കിലോട്ട് 2 സെന്റിമീറ്റർ മൂവ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇവിടെ ലൈന് കറക്റ്റ് കിട്ടിക്കോളും. ശേഷം അതിനിങ്ങോട്ടേക്ക് പുഷ് ചെയ്യുക. എന്നിട്ട് ഈ ഡോറിൽ കോപ്പീസ് എടുത്ത് ഫില്ല് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ഇതിന്റെ അലൈൻമെന്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ടാപ്പ് ടൂൾ എടുക്കുക. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 0.4 കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഡോറുകളെല്ലാം കൂടി സെലക്ട് ചെയ്തിട്ട് സ്കെയിൽ ടൂൾ എടുത്തിട്ട് അതിനൊന്ന് സ്കെയിൽ ചെയ്ത് വെക്കുക. ഇവിടെയും കൂടി ഒരു പീസ് അടിക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു റെക്ടാങ്കിൾ ടൂൾ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. 3.6 തിക്നെസ് കൊടുത്തതിനെ ഗ്രൂപ്പ് ചെയ്യാം. ഈ എക്സ്ട്രാ വന്നിട്ടുള്ള ലൈനൊക്കെ ഒന്ന് ഡിലീറ്റ് ആക്കി പ്രോജക്റ്റ് ഒക്കെ ഒന്ന് നീറ്റ് ആക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇവിടെയും കൂടി ഒരു ക്യാബിനറ്റ് അടിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 50 സെന്റിമീറ്ററിൽ ഒരു 30 സെന്റിമീറ്റർ കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഒരു 30 സെന്റിമീറ്റർ കൊടുക്കുക. ഇവിടെയും ഒരു ലൈൻ കൊടുക്കുക. അതിനുശേഷം റെക്ടാങ്കിൾ ടൂൾ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക. ഇവിടുന്ന് ഇങ്ങോട്ടേക്കും മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ വന്ന ലൈൻ, എക്സ്ട്രാ വന്ന ലൈൻ ഒന്ന് ഡിലീറ്റ് ആക്കിയിട്ട് ഒരു 30 സെന്റിമീറ്റർ, ഒരു 25 സെന്റിമീറ്റർ തിക്നെസ് അതിന് കൊടുക്കാം നമുക്ക്. ശേഷം ഡബിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യാം. ഈ ഒരു ഭാഗം ഇങ്ങനെ ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇവിടെ ഫുൾ ഓപ്പൺ സ്റ്റോറേജും ഇവിടെ 2 ക്ലോസ്ഡ് ഷട്ടറും കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് അടിച്ചിട്ട് ഇവിടുന്ന് ഒരു 1.8 കൊടുക്കുക. ബാക്കിലോട്ട് 2 സെന്റിമീറ്റർ പുഷ് ചെയ്യുക. ഇവിടെ അതുപോലെ തന്നെ 2 സെന്റിമീറ്റർ ഓഫ്സെറ്റ് അടിച്ചിട്ട് ബാക്കിലോട്ട് ഒരു 22 സെന്റിമീറ്റർ പുഷ് ചെയ്യുക. ഈ എക്സ്ട്രാ വന്നിട്ടുള്ള ഈ ഒരു പീസിനെ അവിടുന്ന് അലൈൻമെന്റ് കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ബാക്കിലോട്ട് പുഷ് ചെയ്തിട്ട് ഇതിനുശേഷം ഈ ഒരു ഭാഗം സെലക്ട് ചെയ്യുക. കൺട്രോൾ ഷിഫ്റ്റ് വി അടിച്ചിട്ട് അവിടെ തന്നെ പേസ്റ്റിംഗ് പ്ലേസ് ചെയ്തിട്ട് തിക്നെസ് 1.8 കൊടുക്കുക. ഗ്രൂപ്പ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഈ ഒരു പീസ് സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ കൊടുന്ന് വെക്കുക. ഒരു ബൈ 4 അടിക്കുക. അതിനുശേഷം ഈ എക്സ്ട്രാ വന്നിട്ടുള്ള ഈ പീസുകളൊന്ന് ഡിലീറ്റ് ആയി കളയുക. ഓക്കെ, എന്നിട്ട് ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യുക. കൺട്രോൾ സി അടിച്ച് കോപ്പി ചെയ്യുക. കൺട്രോൾ ഷിഫ്റ്റ് വി അടിച്ച് പേസ്റ്റിംഗ് പ്ലേസ് അടിക്കുക. ഐസൊലേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്നെങ്കിൽ ഐസൊലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സൈഡിലോട്ട് മൂവ് ചെയ്ത് വെക്കുക. എഫ് അടിച്ച്
അതായത് ഓഫ്സെറ്റ് കൊടുത്തിട്ട് ഒരു 0.2 അല്ലെങ്കിൽ 0.3 ഗ്യാപ്പ് കൊടുക്കുക. സെൻറ്ററത്തെ പീസിനെ ഗ്രൂപ്പ് ചെയ്യുക, എക്സ്ട്രാ വന്നിട്ടുള്ള പീസുകൾ ഡിലീറ്റ് ആക്കുക. അതിനുശേഷം ഈ ഒരു ലൈന് ക്ലിക്ക് ചെയ്തിട്ട് സെൻറ്ററിൽ കൊടുന്ന് വെക്കുക. ഇങ്ങോട്ടേക്ക് ഒരു 0.2, ഇങ്ങോട്ട് ഒരു 0.4 കൊടുത്തു കഴിഞ്ഞാൽ സെൻറ്റർ ലൈന് കിട്ടും. അതിനുശേഷം എക്സ്ട്രാ വന്നിട്ടുള്ള ലൈനൊക്കെ ഒന്ന് ഡിലീറ്റ് ആക്കിയിട്ട് 2 സെൻറ്റിമീറ്റർ തിക്നെസ് കൊടുക്കുക. ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓപ്പൺ ആയിട്ട് വരും. ഹൈഡ് ആയതൊക്കെ അൺഹൈഡ് ആയിട്ട് വരും. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഒരു മിററാണ് വരയ്ക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഒരു 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു 2 സെൻറ്റിമീറ്റർ തിക്നെസ് കൊടുക്കുക. ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ഒരു മിററിന് സെൻസർ ലൈറ്റ് കൊടുക്കാൻ വേണ്ടി ഡബിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക. ഓഫ്സെറ്റ് കൊടുത്തിട്ട് ഒരു 5 സെൻറ്റിമീറ്റർ ഓഫ്സെറ്റ് ചെയ്യുക. ഈ സെൻറ്റർ ഭാഗത്തിന് ഒരു 2 സെൻറ്റിമീറ്റർ ഓഫ്സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് കൊടുക്കാനുള്ള പോയിന്റ് ആവും. എന്നിട്ട് ഇവിടെ വന്നിട്ട് ലൈറ്റ് ഒരു ഓറഞ്ച് കളർ അപ്ലൈ ചെയ്യുക. ഓക്കെ. പിന്നെ ഈ വാർഡ്രോബിന്റെ ഈ ഒരു പീസുകളൊക്കെ ഈ കോർണർ വരുന്ന ഭാഗത്ത് ലൈന് കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ടെക്സ്ചറിങ്ങിന്റെ അലൈൻമെന്റ് വരുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മൾ ലൈന് കാര്യങ്ങൾ വരച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്പൺ സ്റ്റോറേജിന്റെ ഉള്ളിൽ ഇവിടെ ഇങ്ങനെ ഒരു ലൈറ്റ് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ലൈൻ സെലക്ട് ചെയ്ത് സെൻറ്ററിൽ വെക്കുക. അതിൻ്റെ ഒരു കോപ്പി ഇങ്ങോട്ടേക്ക് 2 സെൻറ്റിമീറ്റർ എടുക്കുക. ഈ ഓറഞ്ച് കളറിനെ അവിടെ അപ്ലൈ ചെയ്യുക. അവിടെ ലൈറ്റ് കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ പിന്നെ നമുക്ക് സെൻസർ ലൈറ്റ് ഉള്ളതുകൊണ്ട് വേണ്ട, ഇവിടെ നമ്മൾ കൊടുക്കുന്നില്ല. ഇനി നമുക്ക് ഇതിന്റെ പിന്നെ ഹാൻഡിൽ ഒന്ന് സെറ്റ് ചെയ്യാം. ഹാൻഡിൽ ഞാൻ ഓൾറെഡി 3D വെയർഹൗസ് നമ്മൾ ഒരുപാട് ഡൗൺലോഡ് ചെയ്ത് വെച്ചതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുള്ളൂ. ഓക്കെ. ഇതിനകത്തുനിന്ന് പിന്നെ ഈ ഒരു ഹാൻഡിലും പിന്നെ നമുക്കൊരു നോബും വേണം. ഈ ഒരു നോബും നമുക്ക് കോപ്പി അടിക്കുക. കൺട്രോൾ സി അടിച്ച് കോപ്പി ചെയ്യുക. അതിനുശേഷം അതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് കൺട്രോൾ ഷിഫ്റ്റ് വി അടിച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ പേസ്റ്റ് ആവും. അതിനുശേഷം ക്യൂ അടിച്ച് അതിനൊന്ന് റൊട്ടേറ്റ് ചെയ്ത് സെറ്റാക്കി വെക്കുക. അതിനുശേഷം ഈ വലിയ ഹാൻഡിൽ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങോട്ടേക്ക് ഒരു 3 സെൻറ്റിമീറ്റർ മാറ്റിയിട്ട് ഓക്കെ. അപ്പോൾ ഇതിന്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി ഡബിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക. ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ട് താഴോട്ട് മൂവ് അടിച്ച് വെക്കുക. അതിന്റെ തിക്നെസ് ഒന്ന് കൂട്ടാൻ വേണ്ടി സ്കെയിലിൽ എടുക്കുക. ജസ്റ്റ് ഒന്ന് തിക്നെസ് കൂട്ടി കൊടുക്കുക. അതിന്റെ ഇതിലും കമ്പോണന്റ് ആക്കുക, മേക്ക് കമ്പോണന്റ് ആക്കുക. ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടു വെക്കുക. ഒരു 3 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വെക്കുക. ഇവിടെ വന്നിട്ട് ഈ ഒരു പോയിന്റ് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ പ്രസ് ചെയ്ത് മൂവ് ടൂൾ യൂസ് ചെയ്ത് ഇവിടെ കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കോപ്പി കറക്റ്റ് അലൈൻമെന്റിൽ കിട്ടും. ഇനിയിപ്പോ നമുക്ക് ഈ ഒരു നോബിനെ ഈ നോബ് ഓക്കെ, ഈ ഒരു നോബ് റിവേഴ്സ് ഫേസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതിനെ നമുക്ക് ഫേസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റിവേഴ്സ് ഫേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫേസ് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് കിട്ടും. ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പ്ലേസ് ചെയ്യുക. ഇങ്ങോട്ടേക്ക് ഒരു 3 സെൻറ്റിമീറ്റർ മൂവ് ചെയ്ത് വെക്കുക. ബോട്ടം സൈഡും അതുപോലെ അലൈൻമെന്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം അതും കോമ്പോണന്റ് ആണെന്ന് ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ കമ്പോണന്റ് ആക്കുക. പിന്നെ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ കൊടുന്ന് വെച്ചിട്ട് ഒരു 3 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടേക്ക് മൂവ് വെച്ച് കഴിഞ്ഞാൽ അലൈൻമെന്റ് കാര്യങ്ങൾ കറക്റ്റായി കിട്ടും. അത് രണ്ടും കൂടി സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഒരു പോയിന്റ് സെലക്ട് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട്
ഇവിടെ കൊടുന്ന് വെച്ചിട്ട് ഈ ഒരു എക്സ്ട്രാ വന്ന പീസിനെ ഡിലീറ്റ് ആയി കളയാം. ഇതിനുശേഷം വീണ്ടും അത് കോപ്പി ചെയ്യാം. അതിനുശേഷം ഇതിന്റെ കോപ്പി എടുത്തിട്ട് ഇപ്പുറത്തോട്ടും വെക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സേവ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. ഇനി ഇത്രേ നമ്മൾ അവിടെ ചെയ്യുന്നുള്ളൂ. വാർഡ്രോബിന്റെ മോഡലിംഗ് ഇത്ര വരുന്നുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് മെറ്റീരിയൽ അപ്ലൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു കളർ എടുക്കുക. പിന്നെ ഡോറുകൾക്കൊക്കെ ഒരു കളർ കൊടുക്കുക. അതിനുശേഷം വേറൊരു കളർ എടുത്തിട്ട് മെയിൻ ബോഡി, അതായത് നമ്മളെ വാർഡ്രോബിന്റെ കളറാക്കി സെറ്റ് ചെയ്യാം. അതിനുശേഷം ഈ ബ്ലൂ എടുത്തിട്ട് അതിൽ നമുക്കൊരു വുഡിന്റെ ടെക്സ്ചർ ലോഡ് ചെയ്യാം. തൽക്കാലം നമുക്കൊരു കളർ ലോഡ് ചെയ്യാം. വുഡ് ചെയ്യണ്ട. വുഡ് നമ്മൾ ഓക്കെ, നമുക്ക് മെറീനോന്റെ പിന്നെ 21.069 പറഞ്ഞിട്ടുള്ള ഈ ഒരു കളർ ലോഡ് ചെയ്യുക. ഈ സെൻട്രൽ വരുന്ന പീസിനെ നമുക്ക് ഒരു വൈറ്റ്, ഒരു ഓഫ് വൈറ്റ് കളർ വരുന്നുണ്ട് മെറീനോന്റെ. ഈ 21.091 MR എന്ന് പറഞ്ഞ കളറും നമുക്ക് ലോഡ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഈ ഉള്ളിൽ വരുന്ന ഷട്ടറിനും ഞാൻ ഈ ഒരു കളറിന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളെ കളറിൽ വന്നിട്ട് ഒരു ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. ഈ നമ്മുടെ ഹാൻഡിലിന് കാര്യങ്ങൾക്കൊക്കെ ബ്ലാക്ക് കൊടുക്കുക. നോബിനും അതുപോലെ തന്നെ ബ്ലാക്ക് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് സേവ് ചെയ്യുന്ന എപ്പോഴും നല്ലതാണ്. ഇനിയിപ്പോൾ ഈ മിററിന് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻസ്കേപ്പിന്റെ മെറ്റീരിയൽ ലൈബ്രറിയിൽ പോവാം. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ മെറ്റലിൽ പോയി കഴിഞ്ഞാൽ അലുമിനിയം സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉണ്ട്. അതിന് ഇമ്പോർട്ട് ചെയ്യുക. ഇവിടെ ക്ലോസ് അടിച്ചിട്ട് നേരെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇതിനും കൂടി ഈ ഒരു കളർ കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ടൊരു ചെയർ വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് ചെയർ ഇമ്പോർട്ട് ചെയ്യാം. ഇതിനകത്ത് നിന്ന് ഈ രണ്ട് സാധനം നമുക്ക് ഡിലീറ്റ് ആയി കളയാം. ഇത് മാത്രം മതി. ഇത് സെലക്ട് ചെയ്തിട്ട് അതിന് നമുക്ക് മെറ്റീരിയൽ അപ്ലൈ ചെയ്യണം. യൂസ് ടെക്സ്ചർ ഇമേജ് കൊടുക്കുക. ഫാബ്രിക്, ഈ ഒരു ഫാബ്രിക് നമുക്ക് കൊടുക്കുക. അതിനുശേഷം അതിന്റെ സൈസ് ഒരു 50 കൊടുത്തു നോക്കുക. ഓക്കെ, ഇതിപ്പോ ഇങ്ങനെ പിന്നെ ടെക്സ്ചർ കാര്യങ്ങൾ ഒരു സുഖമില്ലാതെ അല്ലെങ്കിൽ ഒരു പിന്നെ കറക്റ്റ് പ്രോപ്പറായിട്ട് വന്നിട്ടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതിനെ ത്രിബിൾ ക്ലിക്ക് ചെയ്ത് കൺട്രോൾ അടിച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി സെലക്ട് ആവും. ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു പരിപാടി, നമ്മളെ വീറന്റെ യൂട്ടിലിറ്റി പറഞ്ഞ ഓപ്ഷനകത്ത് വന്നു കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ട്രൈ പ്ലാനർ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ടെക്സ്ചർ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കിട്ടും. അതല്ലേ നമുക്ക് പിന്നെ ഈ ഒരു പ്ലഗിൻ യൂസ് ചെയ്തിട്ടും സ്കെച്ച് യു വി പറഞ്ഞ പ്ലഗിൻ യൂസ് ചെയ്തിട്ടും നമുക്കത് ചെയ്യാവുന്നതാണ്. ഞാൻ മാക്സിമം വീറന്റെ വെച്ചിട്ട് തന്നെയാണ് ചെയ്യല്. ചില കേസിൽ മറ്റേത് യൂസ് ചെയ്യാറുള്ളൂ. പക്ഷേ ഈ ഒരു ബ്ലാക്ക് കളർ ഒന്ന് കോപ്പി ചെയ്യുക. ഇതിന്റെ കാലിന് നമുക്ക് ആ ഒരു കളർ അപ്ലൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു കാല് ഇവിടെ പ്രോപ്പർ ആയിട്ടല്ല വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കാല് നമുക്ക് ഡിലീറ്റ് ആക്കാം. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഒരു റെക്ടാങ്കിൾ അല്ലെങ്കിൽ ഒരു റൗണ്ട് സർക്കിൾ, സി അടിച്ച് സർക്കിൾ എടുക്കുക. ജസ്റ്റ് ഒരു സർക്കിൾ വരച്ചിട്ട് ചെറിയൊരു തിക്നെസ് കൊടുക്കുക. മേക്ക് എ കോമ്പോണന്റ് ആക്കുക. ഇപ്പോൾ ഒന്ന് play
ഇനി ഈ കളറ് അപ്ലൈ ചെയ്യാം. ഓക്കെ. പിന്നെ നമുക്കിനി ഇതിനകത്ത് കുറച്ച് ഡീക്കോർ ഐറ്റംസുകൾ കൂടി ആഡ് ചെയ്യാം. അതിന് മുന്നേ എപ്പോഴും ഒന്ന് സേവ് ചെയ്യാം. അപ്പം അതിന് മുന്നേ നമുക്ക് പിന്നെ ഈ ഒരു ഡ്രോയറിനും കൂടി നമുക്ക് ആ ഒരു നോബ് കാര്യങ്ങൾ കൊടുക്കണം. അതിന് വേണ്ടി ഇത് സെലക്ട് ചെയ്യുക, അതിന് കോപ്പി എടുക്കുക. അതായത് മൂവ് ടൂൾ യൂസ് ചെയ്തിട്ട് കൺട്രോൾ പ്രസ് ചെയ്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി കിട്ടും. അതിൻ്റെ അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ഡീക്കോർ കാര്യങ്ങൾ ഒന്ന് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ സംശയങ്ങൾ കാര്യങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് ചോദിക്കുക. ആരെങ്കിലും ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അടുത്ത പാർട്ടായിട്ട് ഉടനെ വരുന്നതായിരിക്കും.